കേരളത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന വിവാദമായിട്ടുള്ള ഒരു കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അപ്പോൾ ആ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആരാണ് പ്രതികൾ, ആർക്കാണ് ഈ പ്രതികളുമായിട്ട് ഉറ്റ ബന്ധം എന്നുള്ളതിലൊക്കെ തന്നെ കേരളത്തിൽ വലിയ ചർച്ച നടന്നിരുന്നു എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾ കാണണം. അപ്പോൾ ആ ചർച്ചയൊക്കെ നടക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഇതിൻ്റെ പരിപാടി തീരും, പിന്നെ ഇതൊന്നും ആരും ചർച്ചയാക്കാൻ പോകുന്നില്ല, ഇതിലൊക്കെ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് കുറേ ആളുകളൊക്കെ വന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്, ചില ആളുകളോട് നിങ്ങൾ പക്ഷം പിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതിൽപ്പെട്ട ചില പ്രധാനപ്പെട്ട പേരുകളൊക്കെ തന്നെ നമുക്കുണ്ട്. ആ പേരുകൾ നമുക്കറിയാം. അന്ന് പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA ആയിട്ടുള്ള 34ാമത്തെ വയസ്സിൽ CPM MLA ആയിട്ടുള്ള, പിന്നെ CPM പത്തനംതിട്ടയിലെ നേതാവായിട്ടുള്ള അദ്ദേഹം തന്നെ അകത്ത് പോയി കുറച്ച് നാൾ ഗവൺമെൻറ്റിൻ്റെ അതിഥിയായിട്ട് ജയിലിൽ താമസിച്ചിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ബോർഡ് മെമ്പറായിട്ടുള്ള പിന്നെ വാസു ഇതുപോലെ തന്നെ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു, കൂടാതെ അവിടെ ശബരിമലയിലെ കമ്മീഷണറായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ അദ്ദേഹവും പിന്നീട് കുറച്ച് നാൾ ഈ ഗവൺമെൻറ് ആതിഥേയത്വം സ്വീകരിച്ച് ജയിലിൽ താമസിക്കേണ്ടി വന്നു. അവിടെ നിന്ന് ഗോതമ്പുണ്ട കഴിക്കേണ്ടി വന്നു എന്നുള്ളത് മറന്നു പോരുത്. ഇപ്പോൾ ഗോതമ്പുണ്ടയില്ല, അവിടെ ചപ്പാത്തിയൊക്കെയാണ്. അപ്പോൾ അത് കഴിക്കേണ്ടി വന്നു. അതിനുശേഷം കുറേ നാളായി ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന ശങ്കർദാസ് എന്ന് പറയുന്ന CPIയുടെ നോമിനിയായിട്ട് ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന മെമ്പർ, അദ്ദേഹം നിസ്സാരക്കാരനല്ല. ഇപ്പോൾ കേരള പോലീസിലുള്ള DIG ആയിട്ടുള്ള ഹരിശങ്കറിൻ്റെ പിതാവാണ്. ഹരിശങ്കർ വെറും DIG മാത്രമല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചിരിക്കുന്നത് ധന്യ കൺസ്ട്രക്ഷൻസ് എന്നൊക്കെ പറയുന്ന വലിയൊരു കുടുംബത്തിൽ നിന്നാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ ഇത്രയൊക്കെ സ്വാധീനമുണ്ടായിട്ടും അദ്ദേഹത്തിനും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വന്നു, തത്വത്തിൽ ജയിലിൽ തന്നെ താമസിക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയാം. കസ്റ്റഡിയിൽ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട പേര് വിട്ടുപോകരുത്. അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആക്കുമോ എന്നൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഈ തീരുമാനം പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും KB പ്രദീപ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ള അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ മെഡിക്കലൊന്നും നമുക്ക് വലിയ എതിരഭിപ്രായമൊന്നുമില്ല. കാരണം അദ്ദേഹം നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളതാണ്. ഹൈക്കോടതി തന്നെ ചില അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി അമിക്കസ് ക്യൂറിയായിട്ട് നിയമിച്ചിട്ടുള്ളതാണ്. കൂടാതെ ക്ഷേത്രങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല അറിവുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ കളവോടെ നടക്കുന്ന കളവുകളോ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഒക്കെ ആളുകളെ ഊരിയെടുക്കാൻ മിടുക്കനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് ഈ KB പ്രദീപ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ പ്രിയപ്പെട്ട VD സതീശൻ ഗവൺമെൻറ് മുന്നും പിന്നും നോക്കിയില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ KB പ്രദീപിനെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിച്ചു. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു സ്പെഷ്യൽ പ്ലീഡർ ഇല്ല. ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്പെഷ്യൽ പ്ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി പോകുന്ന അഡ്വക്കേറ്റിനെയൊക്കെ ഉപദേശിക്കേണ്ട, അവരോട് ഗവൺമെൻറ്റിന് നയം പറഞ്ഞു കൊടുക്കേണ്ട ഒരാളാണ് ഇദ്ദേഹം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. യഥാർത്ഥത്തിൽ അങ്ങനൊരു തസ്തികയില്ല. പക്ഷെ അങ്ങനൊരു തസ്തിക ക്രിയേറ്റ് ചെയ്ത് അവിടേക്ക് പ്രിയപ്പെട്ട KB പ്രദീപിനെ എടുത്തു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എടുത്തു വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവർക്കും വലിയ സൗകര്യം ഉണ്ടെന്ന് ഞാൻ പറയണേ. ഇത് യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കൂടി വക്കീലായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോരുത്. അത് സ്മാർട്ട് ക്രിയേഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം അദ്ദേഹവും കുറച്ച് നാൾ ജയിലിൽ സുഖവാസം അനുഭവിച്ചു എന്നുള്ളത് നിങ്ങൾ മറന്നു പോരുത്. അങ്ങനെ സുഖവാസം അനുഭവിക്കാനുള്ള കാരണം ജസ്റ്റ് ശബരിമലയിലെ ചില സ്വർണ്ണപ്പാളികളൊക്കെ തന്നെ അടിച്ചു മാറ്റിയതാണ്. അപ്പം ദൈവത്തിന് സ്വർണ്ണത്തിനൊന്നും കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇവരൊക്കെ കൂടി അടിച്ചു മാറ്റി. അങ്ങനെ അടിച്ചു മാറ്റിയിട്ടുള്ള സ്വർണ്ണപ്പാളികളുടെ ആ കേസിൽ ഈ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി ഹാജരാവുകയും അതിനുവേണ്ടി കോടതിയിൽ വാദിക്കുക മാത്രമല്ല, ശരിക്കും കോടതിക്ക് പുറത്തും KB പ്രദീപ് വളരെ ഘോരം വാദിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന ഒരു പാവ മനുഷ്യനാണെന്നും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇവർ കൊണ്ടുവന്നത് ഈ പറയുന്ന പോലെ സ്വർണ്ണമായിട്ടുള്ള ഒരു കാര്യവും കൊണ്ടുവന്നിട്ടില്ലെന്നും സ്വർണം പൂശിയിട്ടുള്ള ഒരു കാര്യവും ഞങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി എടുക്കാറില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ന്യായവാദങ്ങളാണ് മിസ്റ്റർ KB പ്രദീപ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് നോക്കുമ്പോൾ എന്താ, ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളക്ക് വേണ്ടി ഗവൺമെൻറ് ഒരു വക്കീലിനെ വെക്കണം, യഥാർത്ഥത്തിൽ ഇപ്പുറത്തുള്ളവരൊക്കെ ഒരു വക്കീലിനെ വെക്കണം എന്ന് പറഞ്ഞാൽ 2 വക്കീലൊക്കെ വെറും പണച്ചെലവല്ലേ? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും തോക്കാൻ പോണൊരു കേസ്. അപ്പോൾ എന്നാൽ പിന്നെ ഈ പറയുന്ന പോലെ പ്രതിഭാഗത്തിൻ്റെ വക്കീലിനെ തന്നെ ഗവൺമെൻറ്റിന് വേണ്ടി വെച്ചേക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഇത്രമാത്രം വിശാല ഹൃദയം ഞാൻ ഈ പറയുന്ന പോലെ വേറെ ആരിലും കണ്ടിട്ടില്ല.
PD സതീശ എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. താങ്കൾ നിയമമന്ത്രിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഇങ്ങനെ ചിലവ് കുറക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ താങ്കൾ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ KV പ്രദീപ് എന്ത് ചെയ്യുന്നു, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അതായത് പ്രതിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന അതേ വക്കീൽ തന്നെ ഇപ്പുറത്തു വന്ന് വാദിക്കുന്നു. ഇനി ഇത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിജീവികളായിട്ടുള്ള ചില പ്രൊഫഷണൽ അഡ്വക്കേറ്റ്സ് എന്നോടൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിനെയും ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ആ ചോദ്യം നിങ്ങൾക്കിപ്പോൾ തൽക്കാലം നേരിട്ട് എന്നോട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ചോദിക്കാം. ആ ചോദ്യം ഇതാണ്: യഥാർത്ഥത്തിൽ ഒരു അഡ്വക്കേറ്റ് പ്രൊഫഷണലി, ഇപ്പോൾ എനിക്കൊക്കെ പറയാവുന്ന പല ആളുകളുണ്ട്, അപ്പോൾ അവരൊരു പ്രൊഫഷണലി ഒരാളുടെ കേസ് വാദിച്ചു, ആ കേസിൻ്റെ പരിപാടി തീർന്നാൽ അവർ മറ്റു പല കേസുകളൊക്കെ എടുക്കും. പിന്നെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മാധ്യമങ്ങളൊക്കെ വന്നാൽ സ്വന്തം കക്ഷിക്ക് ഫേവറബിൾ ആയിട്ടല്ലേ പറയാൻ പറ്റൂ. ഇപ്പോൾ ദിലീപിൻ്റെ കേസ് വാദിച്ചിട്ടുള്ള രാമൻ പിള്ളയൊക്കെ തന്നെ ആ ദിലീപിൻ്റെ കേസ് വാദിക്കുമ്പോൾ അദ്ദേഹം ദിലീപിന് അനുകൂലമായിട്ടേ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ പറയാൻ പറ്റും. അത് കഴിഞ്ഞ് വേറെ കേസ് എടുക്കുമ്പോഴത്തേക്കും അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു വളരെ ലാർജ് ആയിട്ടുള്ള ഒരു എത്തിക്സ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഇത് പ്രശ്നമല്ലല്ലോ. കാരണം അദ്ദേഹം പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി വാദിച്ചു, ആ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടിയുള്ള വാദം ഒഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ പിന്നീട് ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിന് വേണ്ടി വാദിക്കുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ പോരെ, അദ്ദേഹത്തിൻ്റെ മിടുക്ക് നമുക്ക് അങ്ങോട്ട് ഉപയോഗപ്പെടുത്തിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന, ഇന്നസെൻറ്റിനേക്കാൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറേ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുണ്ട് ഇവിടെ. അവർ കേൾക്കാൻ വേണ്ടി എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതാണ് VD സതീശൻ ഗവൺമെൻറ് ആദ്യത്തെ നിലപാട്. ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പതുക്കെ വിഴുങ്ങി. കാരണം മുരളീധരനോട് ചോദിച്ചു, അതായത് ദേവസ്വം ബോർഡിൻ്റെയൊക്കെ മന്ത്രിയായിട്ടുള്ള മുരളീധരനോട് ചോദിച്ചു, എന്ത് പണിയാണ് ഈ കാണിക്കണം മുരളീധര എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മുരളീധരൻ പറഞ്ഞത്, എനിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനമാണ്, എനിക്കറിയില്ല, ഞാനതിനെതിരെ പറയാൻ പറ്റില്ലല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എതിർപ്പുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ എന്നാണ് പുള്ളി ചോദിച്ചത്. പിന്നെ പുള്ളി അടുത്തൊരു കാര്യം കൂടി പറഞ്ഞു, അത് കേട്ടിട്ട് ഞാൻ കോരിത്തെരിച്ചു പോയി. കാരണം ഇത്രയും ബുദ്ധിമാനായിട്ടുള്ളൊരു മന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അദ്ദേഹം പറയുന്നത്, അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിഭാഗത്തിൻ്റെ വക്കീലിനെ നമ്മളിങ്ങനെ മേടിച്ചത് നന്നായി, കാരണം അവരുടെ തന്ത്രങ്ങളോ ഐഡിയയൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. സോ എന്ന് പറഞ്ഞാൽ ഇനി മയക്കുമരുന്ന് ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ ദാവൂദ് ഇബ്രാഹിമിനെ ഇപ്പുറത്ത് നിർത്തണം എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഗോവിന്ദസ്വാമിക്കെതിരെ കേസിൽ വാദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വക്കീലിനെ ഇപ്പുറത്ത് നിർത്തണം എന്നുള്ളതാണ്. എന്തൊരു അപാരമായ ബുദ്ധിയാണ്, എന്തൊരു ഈ പറയുന്ന പോലെ ന്യായീകരണമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വേണ്ടിയിട്ടാണ്, ഇത് നിങ്ങളോട് ആരും പറയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് വക്കീൽ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ മിടുക്ക് ഗവൺമെൻറ് ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയ കുഴപ്പമുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. എനിക്കറിയുന്ന പല വക്കീലന്മാരും, അവരൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റാണ്. അവരോട് ഹൈക്കോടതിയിൽ ജഡ്ജിയാകാൻ പറഞ്ഞാൽ പോലും അവരില്ലെന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. എന്തുകൊണ്ടാണ് കാര്യമെന്ന് നിങ്ങൾക്കറിയോ? ഒരു ഹൈക്കോടതി ജഡ്ജി ആയിക്കഴിഞ്ഞാൽ മാക്സിമം പോയാൽ, ഞാൻ പറഞ്ഞ അവരുടെ എല്ലാ പെർക്സും ഒക്കെ കൂട്ടി ഗ്രോസ് സാലറി പോയാൽ പോലും ഒരു 3 ലക്ഷം രൂപ കിട്ടും. പക്ഷേ ഒരു വീടും ബംഗ്ലാവും അടക്കം ഒരു 4 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് അവർക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. ആ 4 ലക്ഷം രൂപ ഒരിക്കലും പണമായിട്ട് കിട്ടൂല കേട്ടോ, ഞാൻ പറഞ്ഞ മാക്സിമം പോയാലുള്ള എമൗണ്ടാണ്. അപ്പോൾ ഈ 4 ലക്ഷം രൂപ പറഞ്ഞ ഒരു വക്കീൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള 1.5 ലക്ഷം രൂപ കിട്ടുന്ന ഒരു ജോലി, ഇപ്പോൾ ഈ കാര്യത്തിന് കൂടി വന്നാൽ KV പ്രദീപിന് 1.5 ലക്ഷം 2 ലക്ഷം രൂപ ഉണ്ടാവും ഈ ജോലി. ഇപ്പോൾ ഇവരെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റ് ഏറ്റെടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഓൾറെഡി 5-10 ലക്ഷം രൂപ കിട്ടുന്ന ആളുകളായിരിക്കും. ഇപ്പം കമാൽ പാഷ എന്ന് പറയുന്ന എറണാകുളത്ത് തന്നെയുള്ള പ്രഗത്ഭനായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന മനുഷ്യൻ, അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന അത്രയും പണം അദ്ദേഹം മജിസ്ട്രേറ്റായിട്ട് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കിട്ടില്ല. പക്ഷെ അത് പിന്നെ ഒരു അധികാരത്തിൻ്റെ ആണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം അത് ഏറ്റെടുത്തതാണ്. പക്ഷേ ഇത്തരം ആളുകൾ കേവലം 5 കൊല്ലത്തേക്ക് വേണ്ടി മാത്രം ഇങ്ങനൊരു കാര്യം ഏറ്റെടുക്കുന്നത് എന്തിനാണ്? എന്തായിരിക്കും ഇവരുടെ ലാഭം? ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാം. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഇപ്പോൾ 10 ലക്ഷം രൂപ മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഗവൺമെൻറ്റിലൊരു ഫീസ് കിട്ടുമ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. പക്ഷേ അത് പോയി ഇവർ ഏറ്റെടുക്കും. ഒന്ന്, അവർക്ക് പ്രശസ്തിയുണ്ട്, രണ്ടാമത്തേതൊരു പവറുണ്ട്, അധികാരമുണ്ട്, ഇത് രണ്ടുമുണ്ട്. പക്ഷേ മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം ഇവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ഈ പ്രശസ്തിയും അധികാരവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ രാവിലെ 8-8.5 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടുത്തുമോ? അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഓഫീസുകൾക്ക് എന്ത് സംഭവിക്കും? ഇവർ 10 കൊല്ലമായിട്ട് 15 കൊല്ലമായിട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഓഫീസുകൾ എന്ത് ചെയ്യും? ഇവർ അടച്ചു പൂട്ടുമോ? ഇവരുടെ ജൂനിയേഴ്സിനൊക്കെ പറഞ്ഞു വിടുമോ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെയല്ല സംഭവിക്കുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയോ? മിക്ക വക്കീലന്മാരുടെയും കേസുകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ വേറെ ഏതെങ്കിലും ഒരു പൊസിഷൻ ഏറ്റെടുക്കുമ്പോൾ അവർ സ്വന്തം ഓഫീസും കാര്യങ്ങളൊക്കെ അതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ജൂനിയറെ നടത്താൻ വേണ്ടി ഏൽപ്പിക്കും. മനസ്സിലായോ? അതായത് ഇവരുടെ പേരിൽ തന്നെ ഓഫീസ്, ഇവരുടെ കാര്യത്തിൽ തന്നെ ഓഫീസ്, അങ്ങനെ ജൂനിയറായിട്ട് നടത്താൻ വേണ്ടി ഏൽപ്പിക്കും. അപ്പം നടത്താൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കേസുകളിൽ ഇവർ വരാൻ പോകുന്ന കേസുകൾ കൂടും ഇവിടെ ഈ ഓഫീസിൽ. കാരണം എന്താ? ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വാദിക്കാൻ പോകുന്നത് ഇവരുടെ സീനിയർ ആയിട്ടുള്ള ഈ വക്കീലാണ്. ഗവൺമെൻറ് ഭാഗത്ത് ചീഫായിട്ടിരിക്കണം. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വാദിക്കാൻ പോകുന്ന അദ്ദേഹമാണ്.
എന്നാൽ ഇൻഡയറക്ട്ലി ഈ ഓഫീസ് നടത്തിക്കൊണ്ടു പോകുന്നത് അദ്ദേഹമായിരിക്കും. നിയമപരമായി നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം രാത്രി വിളിക്കും, ജൂനിയേഴ്സിനോട് സംസാരിക്കും, എന്തൊക്കെയുണ്ട് കേസുകളെന്ന് ചോദിക്കും, അത് ഇന്നത് ചെയ്യണമെന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുമായിട്ട് കേസ് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കേസ് പറയുന്ന നിരവധി കേസുകളുണ്ട്. അത് സ്ഥലത്തിൻ്റെ കേസുകളായിരിക്കും കൂടുതലുണ്ടാവുക. ഹാരിസൺസ് മലയാളം പോലെയുള്ള വൻകിട കമ്പനികളായിരിക്കും അത് വാദിക്കുന്നുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു AG's ഓഫീസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓഫീസുകളിലോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോ ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഓഫീസുകളിലാണ്, അല്ലെങ്കിൽ അവരുടെ ജൂനിയറായി യഥാർത്ഥത്തിൽ അവർ തന്നെ നടത്തുന്ന ഓഫീസിലാണ് ഇവർ കൊണ്ട് കേസ് കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവരെന്താ വാദിക്കാൻ പോണേന്ന് അവർ തന്നെ പറഞ്ഞു കൊടുക്കണം. പ്ലസ് കോടതിയിൽ കേസ് എന്ത് ചെയ്തോളൂ, എളുപ്പത്തിൽ തോറ്റോളും. അതായത് പണിയെടുക്കാതിരുന്നാൽ തോറ്റാൽ കാശ് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് പണ്ട് കിട്ടുന്ന 10 ലക്ഷം ആണെങ്കിൽ ഇപ്പോൾ 15 ലക്ഷം വീതം കിട്ടിക്കൊണ്ടിരിക്കും. കാരണം എന്താ? 100% ഉറപ്പാണ്. എതിര് വേറെ കഴിവുള്ളതോ മിടുക്കുള്ളതോ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് പോലും വരൂല്ലെന്ന് ഇവർക്ക് 100% ഉറപ്പാണ്. എങ്ങനെയുണ്ട്? പി ചിദംബരം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ധനമന്ത്രിയും പലതൊക്കെ ആയിരുന്നു. അപ്പം നളിനി ചിദംബരത്തിന് കേസുകളുടെ ഈ പറഞ്ഞ പോലെ പെരളിയായിരുന്നു. എന്താ കാര്യം? എന്താ കാരണം? റിലയൻസിൻ്റെ കേസ്, കോർപ്പറേറ്റ് കമ്പനികളുടെ കേസ്, ബാക്കി എല്ലാ കേസും. കാരണം എന്ത് ചെയ്തോളും? ഇവിടെ കാര്യം സെറ്റിൽ ചെയ്താൽ മതി, ഗവൺമെൻറ് അവിടെ തോറ്റോളും. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായ? ശരിക്കും പറഞ്ഞ ഒരു അഡ്വക്കേറ്റിൻ്റെ ജീവിതമൊക്കെ വലിയ കഷ്ടമാണ്. നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള റിപ്പോർട്ട്, ഇപ്പോൾ ഏതെങ്കിലും വിധികൾ, ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ പലത്. ചില കുറ്റപത്രമൊക്കെ 3000-6000 പേജാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് ഇവരുടെ ജീവിതം പോകും. ആ ജീവിതം പോയി ഒരു മടുത്ത് നിൽക്കുമ്പോൾ, ഇവർ പ്രഗത്ഭരായിട്ട് നിൽക്കുമ്പോൾ നല്ല കാശൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും നല്ല വർക്ക് ലോഡുണ്ട്. ആ വർക്ക് ലോഡ് എത്തി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു പോസ്റ്റ് വരണം. അപ്പോൾ ഒരു 2 ഗുണങ്ങളുണ്ട്. അപ്പോൾ അവിടെ പണി എടുക്കാതിരിക്കുന്നതിന് കാശ് കിട്ടും. അതായത് തോറ്റു കൊടുത്താൽ മതി, കാശ് കൂടുതൽ കിട്ടും. ഏതാണ് ലാഭം എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഈ പറയുന്ന പോലെ സാമ്പത്തിക രസതന്ത്രം ഇതാണ്. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഘനഗംഭീരമായി നടക്കട്ടെ. സതീശൻ പിന്നോട്ട് പോകേണ്ടതില്ല. ഇപ്പോൾ KB പ്രദീപിന് ഈ മാധ്യമങ്ങളും കുറച്ച് ആളുകളൊക്കെ കൂടി ഒച്ചപ്പാടുണ്ടാക്കിയതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായി. ഇത്രയും ദിവസങ്ങളിൽ ശരിക്കും VD സതീശ മേനോൻ ഭജൻസായി പ്രവർത്തിച്ചിരുന്ന മാധ്യമ സംഘങ്ങൾക്കിടയിലൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മീഡിയ വണ്ണും അതുപോലെ ഏഷ്യാനെറ്റൊക്കെ ചെറുതായിട്ടൊന്ന് എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. താങ്കൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത് എന്ന് പറഞ്ഞ് ഇതിൽ നിന്നൊന്നും നമ്മൾ പുറകോട്ട് പോകേണ്ടതില്ല. ഇത് മുന്നോട്ട് തന്നെ പോവുക. വെറുതെ 2 വക്കീലന്മാരെ, പ്രതിക്കും വാദിക്കും വേണ്ടി 2 വക്കീലന്മാരെ വെച്ച് ഏറ്റവും ഒടുവിൽ കേസ് തോറ്റി ആ 2 പേരുടെയും കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് KB പ്രദീപ് കുമാറിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ പറയുന്ന പോലെ ദീർഘനാൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, നീണാൾ വാഴട്ടെ.